ഈ കാര്യങ്ങളിലൊക്കെ യു ഡി എഫിനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ ഒരു സംശയത്തോടെ കണ്ടുകൊണ്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ വളരെ നിരർത്ഥകമാണ്. അത് രാഷ്ട്രീയമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. കോൺഗ്രസിൻ്റെ മതേതരത്വം ഇത്തരം സന്ദേഹങ്ങൾക്കൊക്കെ അതീതമാണ്. അതുകൊണ്ട് ലീഗിന് യാതൊരു സംശയവുമില്ല. ലീഗ് കോൺഗ്രസിനെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇത്രയും കാലം കോൺഗ്രസിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുന്നത്. ഇന്ത്യ അലയൻസിലും മാത്രമല്ല, യു ഡി എഫിൽ മാത്രമല്ല, എത്രയോ കാലമായിട്ടുള്ള ബന്ധമാണ്. ഇതുപോലുള്ള ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഇന്ത്യൻ ജനത മുഴുവൻ മതേതരത്വത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഏക പോംവഴിയായി കോൺഗ്രസിനെ ഉറ്റുനോക്കുമ്പോൾ കേരളത്തിൻ്റെ വട്ടത്തിൽ നിന്നിട്ട് ഇവിടുത്തെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം കോൺഗ്രസിനെ സംശയത്തിൻ്റെ മുനയിൽ നിർത്താമെന്ന് ആര് വിചാരിച്ചാലും ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്കാണ് എന്നതിന് മറുപടിയുള്ളൂ. ഇത് തിരുവനന്തപുരത്തേക്കല്ല. നമുക്ക് ഒരു രീതിയിലുള്ള സമൂഹങ്ങൾക്കിടയിൽ സഹവർത്തിത്വത്തെ അപകടപ്പെടുത്തുന്ന ഒരു പ്രവർത്തനവും ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതൊക്കെ ചെറുക്കേണ്ടതാണ്. അത് ഞാൻ ഈ പറഞ്ഞതിലൊക്കെ അത് അടങ്ങി. ഇന്ത്യയുടെ ബഹുത്വം, ഇന്ത്യയുടെ സാംസ്കാരികമായിട്ടുള്ള ബഹുത്വം, നമ്മുടെ സാമൂഹികമായ സഹവർത്തിത്വം പരസ്പരം മാനിച്ചു പോകാന്നുള്ളതാണ്. അതാണ് നമ്മുടെ സെക്യുലറിസം. അതിലിങ്ങനെ ഈ അനാവശ്യമായിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ടായി ജനങ്ങൾക്കിടയിൽ അകൽച്ച ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഒരു ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഈ ചോദ്യങ്ങളൊക്കെ എങ്ങോട്ടാണ് ചെന്നെത്തുന്നത്? ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് ആരാണ് കഴിഞ്ഞ 10 കൊല്ലം വളം വെച്ച് കൊടുത്തത്? ആരാണ് ഇവർക്ക് ശക്തി പകരുന്നത്? ആരാണ് ഈ വർഗീയ ധ്രുവീകരണ പ്രവർത്തനങ്ങളുടെ പിറകിലുള്ളത്? അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാവും. അവരെ അധികാരത്തിൽ നിന്ന് മാറ്റി അവിടെ ഒരു മതേതര സർക്കാർ കൊണ്ടുവരണം. ശാശ്വത പരിഹാരത്തിലേക്ക് പോകണം. ഓരോ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യുന്നത് നമ്മൾ നല്ലതാണ്, ചെയ്യണം പർട്ടിക്കുലർലി. പക്ഷേ ദർ ഈസ് എ ബിഗ് ഇഷ്യൂ, എ ബിഗ്ഗർ ഇഷ്യൂ. കുറച്ചുകൂടി വ്യാപകമായിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ട്, കുറച്ചുകൂടി വലിയ വിഷയമുണ്ട്. ആ വിഷയമാണ് വേര്. അതിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിത്തീരുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പോൾ ഉന്നയിച്ചതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇന്ത്യയിൽ വലിയ പ്രശ്നം ഹെയ്റ്റ് സ്പീച്ചാണ്, വിദ്വേഷ പ്രസംഗങ്ങളാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇതെല്ലാം. ഈ വിദ്വേഷ പ്രസംഗം ഇന്ത്യയിൽ നേരത്തെ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടിയായിരുന്നു കോൺഗ്രസ് സർക്കാരുകൾ എടുത്തിരുന്നത്. എത്രയോ അനുഭവങ്ങളുണ്ട്. ഹെയ്റ്റ് സ്പീച്ചിനെതിരെ ശക്തമായ ജാഗ്രത, നിയമ നടപടികൾ കോൺഗ്രസ് സർക്കാർ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലാകട്ടെ, നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലാവട്ടെ, ചില പുസ്തകങ്ങൾ ഇറങ്ങിയപ്പോൾ ഞാൻ അതിൻ്റെ പേരിലേക്കൊന്നും പോയിട്ട് വിശദീകരിക്കുന്നില്ല. പണ്ട് നെഹ്റുവിൻ്റെ മുതൽ അടുത്ത കാലം വരെ, ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലം വരെ കോൺഗ്രസ് പുലർത്തിപ്പോകുന്ന ഒരു സെക്കുലർ ഗവൺമെൻറ്റിൻ്റെ സമീപനം, അതില്ലാത്തതാണ് പ്രശ്നം. കേന്ദ്ര ഭരണത്തിലുള്ളതാണ്. അപ്പോൾ അതിനുള്ള പരിഹാരം ഈ കോൺഗ്രസ് തിരിച്ചു വരാൻ നിൽക്കുമ്പോൾ കോൺഗ്രസിനെതിരെ സംശയത്തിൻ്റെ ഒരു മുന ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല, അത് പ്രതിലോമപരമാണ്.